അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 4ാം ക്ലാസ്സിലെ അഖീദ വിഷയത്തിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം. വലതുഭാഗത്ത് കാണുന്ന വാക്കുമായിട്ട് ഇടതുഭാഗത്ത് യോജിപ്പിക്കുക. 1. അർശിനെ ചുറ്റുന്നവർ, അവർക്ക് പറയുന്ന പേര്. അർശിനെ ചുറ്റുന്നവർ. ഇടതുഭാഗത്ത് കാണാം ഹാഫൂൻ. 2. അർശിനെ ചുമക്കുന്നവർ. അർശിനെ ചുമക്കുന്നവർ ഇടതുഭാഗത്ത് കാണാം ഹമലത്തുൽ അർശ്. 3. പുനർജന്മം. പുനർജന്മത്തിൻ്റെ അറബി വാക്ക് കാണാം ഇടതുഭാഗത്ത് അൽ ബഅസ് എന്നാണ്. 4. നമ്മുടെ നബിക്ക് മാത്രമുള്ളത്. അത് അഷ്ശഫാഅത്തുൽ ഉളുമ. അഷ്ശഫാഅത്തുൽ ഉളുമ നബി തങ്ങളുടെ ഷഫാഅത്തിൻ്റെ ആ പേരാണ്. അപ്പോൾ അത് എല്ലാ പരീക്ഷകളും അധികം ചോദിക്കുന്നുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. അത് നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ് അഷ്ശഫാഅത്തുൽ ഉളുമ. അപ്പോൾ എന്താണെന്നും ആർക്കുള്ളതാണെന്നും പഠിച്ചു വെക്കുക. 5. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം ഏതാണ്? അത് സുന്നത്താണ്. നബി തങ്ങളാണ് ഖുർആനെ വ്യാഖ്യാനിച്ചു തന്നത്. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1. ആദം അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശാലമായ മൈതാനിയാണ് ഡാഷ്. ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കാനാണ്, പൂർത്തിയാക്കുക. ഏതാണ്? മഹ്ശർ. ചിലപ്പോൾ എന്താണ് മഹ്ശർ എന്നുള്ള ചോദ്യം വരും, അങ്ങനെയും വരാം, പഠിക്കുക. 2. പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് ഡാഷ്. ഏതാണ്? സ്വർഗം. ഇനി അടുത്തത് 3. ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് ഡാഷ്. ഏതാണ്? നരകം. 4. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് എന്ത്? ബർസഖ്. 5. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഡാഷ്. ഏതാണത്? ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം അത് സുന്നത്താണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാമെന്നുള്ളത്. 1. സജ്ജനങ്ങൾ സിറാത്ത് കടക്കും എങ്ങനെ? നല്ലവരായ ആളുകൾ സിറാത്ത് എങ്ങനെയാണ് കടക്കുക? അതിൻ്റെ രൂപം. ഉത്തരം: സജ്ജനങ്ങൾ അവരുടെ സൽക്കർമ്മത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ അത് വിട്ടുകടക്കുന്നു. 2. ബഅസ് എന്നാൽ എന്ത്? ബഅസ് എന്നാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമതായിട്ട് സൂറെന്ന കാഹളത്തിൽ ഓതുമ്പോൾ ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും. ഇതിനാണ് അൽ ബഅസ് എന്ന് പറയാം. ചിലപ്പോൾ അതിൻ്റെ അർത്ഥമായിരിക്കും ചോദിക്കുക. പുനർജന്മം എന്നാണ് ബഅസിൻ്റെ അർത്ഥം കേട്ടോ. ബഅസാണ്, ബഅസല്ല, ബഅസ്. ചോദ്യം 3. ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കും എന്തിനെക്കുറിച്ചെല്ലാം? ഖബറിൽ വെച്ചിട്ട് എന്തിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കും? ഉത്തരം: അവൻ്റെ റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്നും മറ്റും ചോദിക്കും. ഇനി അടുത്ത ചോദ്യം 4. സുന്നത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം എന്ത്? സുന്നത്തിൻ്റെ ഭാഷാർത്ഥം എന്തൊക്കെയാണ്? സുന്നത്തിന്
ചര്യ, മാർഗം, നടപടിക്രമം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. 5 എന്തിനാണ് അള്ളാഹു കിതാബുകൾ ഇറക്കിയത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി. ഇനി അടുത്ത പ്രവർത്തനം സാരം എഴുതാം എന്നുള്ളതാണ്. 1. അന്തഖന അല്ലാഹുല്ലദി അന്തഖ കുല്ല ഷൈഇൻ. അതിൻ്റെ അർത്ഥം 30-ാമത്തെ പേജിലുണ്ടാവും. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു. ചിലപ്പോൾ ഇത് ആര് പറഞ്ഞു എന്ന് ചോദിക്കും. ഇത് ആരോട് പറഞ്ഞു? അങ്ങനെയുള്ള പ്രവർത്തനത്തിലും വരും. 2. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ല വജ്ഹഹു. അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. 1. ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകത. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതാണ്. വേറെ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്. അതുപോലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ്. അതുപോലെ വേറെ പ്രത്യേകത, അതിൽ നിന്നും കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല. 2. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അധിക പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട്. 10 അടയാളങ്ങൾ പറയുന്നുണ്ട് പാഠഭാഗത്ത്, 10-ാമത്തെ പാഠത്തിൽ. 1. ഇമാം മഹ്ദി വരൽ. 2. ദജ്ജാലിൻ പുറപ്പെടൽ. 3. ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങി വരൽ. 4. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ. 5. യജൂജ് മഅജൂജ് പുറപ്പെടൽ. 6. ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ. 7. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ. 8. അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ. 9. പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ. 10. ഖുർആൻ ഉയർത്തപ്പെടൽ. ഇതൊക്കെയാണ് ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. 3. ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണം. ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണവും ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളിൽ പെട്ടതാണ്. അതും പഠിച്ചു വെക്കണം കേട്ടോ. 3 ഉദാഹരണങ്ങൾ പറയാം. അതിലൊന്ന് വിശുദ്ധ ഖുർആന് മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. അതൊന്ന്. 2. തറാവീഹ് 20 റക്അത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ എഴുതാം. മുസ്ഹഫിലെ ഹറക്കത്തുകൾ അതാദ്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതിലെ ഹറക്കത്തുകളൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ യത്തീംഖാനകൾ, മദ്രസകൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. നരകക്കാരുടെ ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണമാണ്? ഉത്തരം, തൊണ്ടയിൽ നിന്നിറങ്ങി പോകാത്ത ഭക്ഷണമാണ് വിശന്നു പൊരിയുമ്പോൾ അവർക്ക് ലഭിക്കുക. 2. മഹ്ശറിൽ നിഷേധികൾക്കെതിരെ സാക്ഷി നിന്നു സംസാരിക്കുന്നത് ആരാണ്? അവരുടെ കൈകളും കാലുകളുമായിരിക്കും, അതുപോലെ തൊലികളും. ഇവയൊക്കെ സംസാരിക്കും. 3. സത്യവിശ്വാസിയുടെ അടുത്ത് സൽക്കർമ്മങ്ങൾ വരുന്ന രൂപം എങ്ങനെയാണ് വരിക? ഉത്തരം, നന്നായി വസ്ത്രം ധരിച്ച ഒരു സുമുഖൻ പരിമളം പരത്തി അപ്പോൾ അവിടെ എത്തും. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അഖീദയിലെ ചോദ്യത്തിൽ അവസാനിച്ചു. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റു വിഷയങ്ങളുടെ മോഡൽ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.